ഓക്കെ, ഹായ് മക്കളെ, എല്ലാവർക്കും നമ്മുടെ അക്കൗണ്ടൻസിയുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ വീഡിയോക്ക് വെൽക്കം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ അക്കൗണ്ടൻസിയുടെ +1 അക്കൗണ്ടൻസിയുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ചാപ്റ്ററിൻ്റെ നെയിം ഇതാണ്, ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യമായിട്ട് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പഠിക്കുകയാണ് അല്ലേ. അപ്പോൾ അക്കൗണ്ടിങ് എന്താണ്, അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ എല്ലാം ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ നോക്കാം കേട്ടോ. ഓക്കെ സാർ, ഇപ്പോൾ ഡെഫിനിഷൻ കാണിച്ചോളൂ. യെസ്, ഇതാ മക്കൾ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ കേട്ടോ. നിങ്ങൾക്കറിയാലോ അക്കൗണ്ടിങ്ങിൻ്റെ ഫാദർ ആണെന്നറിയാലോ, ലൂക്ക പാസിയോളി ആണ് കേട്ടോ അക്കൗണ്ടിങ്ങിൻ്റെ ഫാദർ കേട്ടോ. അക്കൗണ്ടൻസി പഠിക്കുന്ന എല്ലാവരും ആ പേര് അറിഞ്ഞിരിക്കുക കേട്ടോ. ലൂക്ക പാസിയോളി ആണ് അക്കൗണ്ടിങ്ങിൻ്റെ ഫാദർ. ഓക്കെ, ഇനി നമുക്ക് അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ നോക്കാം, അതായത് എങ്ങനെയാണ് അക്കൗണ്ടിങ് നിർവചിക്കപ്പെട്ടത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഡെഫിനിഷൻ കൊണ്ടുവന്നാലെന്നറിയാമോ, AICPA ആണ് കേട്ടോ. AICPAയുടെ ഫുൾ ഫോം ഇതാണ്, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് ആണ് കേട്ടോ. ഈ AICPAയുടെ ഷോർട്ട് ഫോം തന്നിട്ട് എക്സാമിന് ഫുൾ ഫോം എഴുതാൻ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെച്ചോളൂ. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് ആണ്, അതായത് AICPA ആണ് നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ കൊണ്ടുവന്നത് കേട്ടോ. ഡെഫിനിഷൻ ഒക്കെ എന്താ നോക്കാം. അക്കൗണ്ടിങ് ഈസ് an art of recording, classifying, summarizing in a significant manner and in terms of money transactions and events which are in part at least of a financial character and interpreting the result thereof. ഇതാണ് AICPA കൊണ്ടുവന്ന അക്കൗണ്ടിങ് ഡെഫിനിഷൻ. ഓക്കെ, ജസ്റ്റ് എന്താ നോക്കാം. അക്കൗണ്ട് ഈസ് an art of recording, classifying, summarizing. ഓക്കെ, അതായത് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു റെക്കോർഡിംഗ് അല്ല, ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ആണ്. അതായത് ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യുക മാത്രമല്ല, അത് എന്ത് ചെയ്യും, അത് ക്ലാസിഫൈ ചെയ്യും. ഇനി ക്ലാസിഫൈ ചെയ്ത് എന്ത് ചെയ്യും, അത് സമ്മറൈസ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, അപ്പോൾ റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക. അപ്പോൾ ഫിനാൻഷ്യൽ ഡാറ്റയെ റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട് നോക്കി, ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻ ആൻഡ് ഇവൻറ്റ്സ്. അതായത് അവിടെ ഒരു മാനർ, ഒരു രീതി ഉണ്ട് കേട്ടോ. അക്കൗണ്ടിങ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്. അതേപോലെ എന്ത് മാത്രം റെക്കോർഡ് ചെയ്യുള്ളൂ, മണി ട്രാൻസാക്ഷൻസ് മാത്രം റെക്കോർഡ് ചെയ്യുള്ളൂ കേട്ടോ. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന മണി ട്രാൻസാക്ഷൻസ്, മണിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ആൻഡ് എന്താണ്, ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ദെയർ ഓഫ്. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഡാറ്റാസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇന്റർപ്രറ്റ് ചെയ്യും, അതിന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ആ ഒരു ഫംഗ്ഷൻ കൂടി കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റ് ആകും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു കമ്പനിയിൽ ഉണ്ടാവുന്ന മണി ട്രാൻസാക്ഷൻസിനെ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുക, അതിനെ ക്ലാസിഫൈ ചെയ്യുക, അത് സമ്മറൈസ് ചെയ്യുക, ലാസ്റ്റ് എന്ത് ചെയ്യുക, അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുക. ആ ഒരു പ്രക്രിയ, ആ ഒരു പ്രോസസ്സാണ് എന്ത്, അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷനിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ AICPA എന്താണെന്ന് പഠിക്കണം, അതിന്റെ ഡെഫിനിഷനും പഠിച്ചോളുക. ഓക്കെ അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് നോക്കാം കേട്ടോ. യെസ്, നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് അല്ലെ, ഫോർ വാട്ട് പർപ്പസ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇത് ആൻസർ പറയാൻ പറ്റും കേട്ടോ. അക്കൗണ്ടിങ് എന്തിനു വേണ്ടിയാണ് നോക്കാം. there are 4 objectives. എന്തൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ നോക്കിയേ, ടു മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് ബിസിനസിന്റെ എല്ലാ റെക്കോർഡ്സും കീപ്പ് ചെയ്യാൻ അക്കൗണ്ടിങ് വേണം. കൂടെ ഞാൻ ഒരു കാര്യം പറയാണ്, അക്കൗണ്ടിങ്ങിനെ നമ്മുടെ ബിസിനസിന്റെ ലാംഗ്വേജ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ. അക്കൗണ്ടിങ് ഇസ് ദ ബിസിനസ് ഓഫ് ലാംഗ്വേജ്. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ് ആണ് ബിസിനസിന്റെ ലാംഗ്വേജ്. അപ്പോൾ എന്താണ്, അക്കൗണ്ടിങ് റെക്കോർഡ്സ് കീപ്പ് ചെയ്യാൻ എന്ത് ആവശ്യമാണ്, അക്കൗണ്ടിങ് ആവശ്യമാണ്. പിന്നെ കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, ഒരു കമ്പനിയിൽ ഉണ്ടായത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നറിയാൻ എന്ത് വേണം, അക്കൗണ്ടിങ് ആവശ്യമാണ്. തേർഡ് വൺ, ഡെപ്പിക്ഷൻ ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ, ഒരു കമ്പനിയുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി, ഫൈനാൻഷ്യൽ പൊസിഷൻ അല്ലെ, സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് അറിയണം അല്ലെ, വീക്ക് ആണോ സ്ട്രോങ് ആണോ എന്ന് അറിയണ്ടേ. അപ്പൊ അതറിയാൻ എന്താവശ്യമാണ്, അക്കൗണ്ടിങ് ആവശ്യമാണ്. ലാസ്റ്റ് വൺ എന്താണ്, ടു മേക്ക് ഇൻഫർമേഷൻ അവൈലബിൾ ടു വേരിയസ് ഗ്രൂപ്പ്സ് ഓർ യൂസേഴ്സ്. അതായത് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ബാങ്കുകൾ, കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്ത് ചെയ്യുക, കറക്റ്റ് സമയത്ത് ആ ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കുക. അത് എന്താവശ്യമാണ്, അക്കൗണ്ടിങ് ആവശ്യമാണ്. അപ്പോൾ ബിസിനസിന്റെ ഡാറ്റ റെക്കോർഡ് ചെയ്യാൻ ആവശ്യമാണ്. അതേപോലെ കമ്പനിക്ക് ഉണ്ടായത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാൻ അക്കൗണ്ടിങ് ആവശ്യമാണ്. കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ അക്കൗണ്ടിങ് ആവശ്യമാണ്. അതേപോലെ അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സിന് അത് കറക്റ്റ് ടൈമിന് ഓൺ ടൈം എന്ത് ചെയ്യുക, അത് നമ്മൾ അവൈലബിൾ ആക്കുക, അതിനും അക്കൗണ്ടിങ് ആവശ്യമാണ്. ഓക്കെ അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ അക്കൗണ്ടിങ്ങിന്റെ
ഒബ്ജക്റ്റീവ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന കുറച്ച് ടേംസ് ആണ് കേട്ടോ. അക്കൗണ്ടൻസിയിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസ് ഉണ്ട്. ആ ടേംസ് എന്തൊക്കെയാ നോക്കാം കേട്ടോ. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ആണ് ക്യാപിറ്റൽ കേട്ടോ. അക്കൗണ്ടിങ് പഠിക്കുന്ന എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട ഫസ്റ്റ് ഒരു കാര്യമാണ് എന്താണ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ എന്താ മലയാളത്തിൽ പറയുക, മൂലധനം എന്ന് പറയും കേട്ടോ. മൂലധനം, ആ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഓക്കെ എന്താ നോക്കാം കേട്ടോ. ക്യാപിറ്റൽ ഈസ് ദ മണി ഓർ മണീസ് വർത്ത് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ഓണർ ഇൻ ടു ദ ബിസിനസ് അല്ലെ. ബിസിനസിന്റെ ഓണർ ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ മണിയില്ലേ, മണി ആവാം, മണീസ് വർത്ത് ആവാം കേട്ടോ. ക്യാഷിനാവണമെന്നില്ല, ക്യാഷുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മണിയുടെ അതേ മൂല്യമുള്ള എന്തും എന്താവാം, ക്യാപിറ്റൽ ആവാം കേട്ടോ. അപ്പൊ ബിസിനസിന്റെ ഓണർ ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന മണി ഓർ മണീസ് വർത്ത് എന്ത് വിളിക്കാം, നമുക്ക് ക്യാപിറ്റൽ എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വൺ. ഇനി ക്യാപിറ്റൽ പഠിക്കുമ്പോൾ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് എന്നൊരു കാര്യമുണ്ട് കേട്ടോ. അതായത് ഈ ബിസിനസ് ഓണർ ഇല്ലേ, ഈ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ബിസിനസിന്റെ മാത്രം എമൗണ്ട് ആണ്. അത് ബിസിനസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓണർ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ആ എമൗണ്ട് എടുക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം പറയുന്നുണ്ട്. പക്ഷേ ഇല്ലേ, ചില സമയത്ത് ഓണർ എന്ത് ചെയ്യാറുണ്ട്, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ആ എമൗണ്ട് വിഡ്രോ ചെയ്യാറുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, ഡ്രോയിങ്സ് ആർ ദ എമൗണ്ട് ഓഫ് ക്യാഷ് ഓർ അതർ അസറ്റ്സ് withdrawn by the owner for his personal purpose. അതായത് ഓണർ ബിസിനസിന്റെ ആവശ്യം, ബിസിനസ് പർപ്പസിന് അല്ലാതെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ക്യാപിറ്റലിൽ നിന്നും എമൗണ്ട് വിഡ്രോ ചെയ്താൽ ആ എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ഡ്രോയിങ്സ് കേട്ടോ. അപ്പോൾ ബിസിനസിന്റെ ഓണർ ബിസിനസിന്റെ പർപ്പസിന് അല്ലാതെ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് യൂസിന് വേണ്ടി അല്ലെങ്കിൽ പേഴ്സണൽ യൂസിന് വേണ്ടി അല്ലെങ്കിൽ ഡൊമസ്റ്റിക് യൂസിന് വേണ്ടി എന്ത് ചെയ്യാറുണ്ട്, എമൗണ്ട് വിഡ്രോ ചെയ്യാറുണ്ട്. അങ്ങനെ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ഡ്രോയിങ്സ് കേട്ടോ. അതൊന്ന് പഠിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ക്യാപിറ്റൽ പഠിക്കുന്ന കൂടെ എന്ത് പഠിക്കുക, ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് ആണ് ഡ്രോയിങ്സ് എന്ന് കൂടി മനസ്സിലാക്കുക. ഓക്കെ, തേർഡ് വണ്ണിലേക്ക് പോകാം. ഇതാ ഇവിടെ ഒരു പിക്ചർ കാണിക്കുന്നുണ്ട് കേട്ടോ. പിക്ചർ നോക്കി കണ്ടോ, ക്യാപിറ്റൽ കണ്ടോ, ഓണർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ് ക്യാപിറ്റൽ കണ്ടോ, ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പൊ നോക്കി ഇവിടെ നോക്കിയേ, ഡ്രോയിങ്സ് കണ്ടോ, ഓണർ ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് ആണ് ഡ്രോയിങ്സ് കണ്ടോ. ഈ ഒരു പിക്ചർ രണ്ടിന്റെയും മീനിങ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് പഠിച്ചോളണം. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ടേമിലേക്ക് പോവാം. നെക്സ്റ്റ് വൺ ആണ് അസറ്റ്സ് എന്ന് പറയും കേട്ടോ. അസറ്റ്സിന്റെ മീനിങ് ആസ്തി എന്നാണ് കേട്ടോ. ആസ്തികൾ, അതായത് ഒരു ബിസിനസ്സിന് സ്വന്തമായിട്ട് ഉള്ള ഏത് വസ്തുവിനൊക്കെ എന്ത് പറയാം, അതിന്റെ അസറ്റ്സ് ആണെന്ന് പറയാം. നോക്കിയേ, അസറ്റ്സ് ആർ ദ മെറ്റീരിയൽ തിങ്സ് ഓർ പ്രോപ്പർട്ടീസ് ഓർ പൊസഷൻസ് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിന് സ്വന്തമായിട്ടുള്ള മെറ്റീരിയൽ തിങ്സ് അല്ലെ, സാധനങ്ങളോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി സ്വത്തുക്കളോ അല്ലെങ്കിൽ പൊസഷൻ അല്ലെ, കൈവശാവകാശമുള്ള ഏത് വസ്തുവിനൊക്കെ എന്ത് പറയാം, അസറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതാണ് അസറ്റ് കേട്ടോ. ഓക്കെ, ഇനി ഈ അസറ്റ്സ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം കേട്ടോ. ദർ ആർ ടു ടൈപ്പ് ഓഫ് അസറ്റ്സ്. ഇതൊക്കെ നോക്കി, ഫിക്സ്ഡ് അസറ്റ് ഉണ്ട്, അതേപോലെ കറണ്ട് അസറ്റ് ഉണ്ട് കേട്ടോ. അസറ്റ്സ് രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇതൊക്കെയാണ് ഫിക്സ്ഡ് അസറ്റും ഉണ്ട്, കറണ്ട് അസറ്റും ഉണ്ട്. ഓക്കെ, ഇനി എന്താണ് ഈ ഫിക്സ്ഡ് എന്ന് നോക്കാം കേട്ടോ. ജസ്റ്റ് നോക്കി, അസറ്റ്സ് അക്വയർഡ് ഫോർ ലോങ്ങർ പീരീഡ് ഫോർ ക്യാരിയിങ് ബിസിനസ് ആക്ടിവിറ്റീസ് ആർ കോൾഡ് ഫിക്സ്ഡ് അസറ്റ്. അപ്പൊ അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഒരു അസറ്റ് ഒരിക്കൽ മേടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് നാളെ യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. ബിസിനസിന്റെ ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടി ഒരിക്കൽ മേടിച്ചാൽ മതി. ഒരു പ്രാവശ്യം മേടിച്ചാൽ അത് ഒരുപാട് നാൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോങ്ങർ പീരീഡ് അല്ലെ, ഒരുപാട് വർഷം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള അസറ്റ് ആണ് ഫിക്സഡ് അസറ്റ്. എക്സാമ്പിൾ ആയിട്ട് നോക്കാം, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ശരിയല്ലേ, ഒരു ലാൻഡോ ഒരു ബിൽഡിംഗോ ഒക്കെ മേടിച്ചാൽ ഒരുപാട് നാൾ യൂസ് ചെയ്യാം. അതേപോലെ പ്ലാന്റ് ആൻഡ് മെഷീനറി, പിന്നെ ഫർണിച്ചർ, ഫിക്സ്ചേഴ്സ്, മോട്ടോർ വെഹിക്കിൾ, ഇതൊക്കെ എന്താണ്, ഒരു പ്രാവശ്യം മേടിച്ചാൽ ഒരുപാട് നാളെന്ത് യൂസ് ചെയ്യാം, ബിസിനസിന്റെ ആക്ടിവിറ്റീസ് ക്യാരി ഓൺ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള അസറ്റുകളെ വിളിക്കുന്ന പേരാണ് ഫിക്സഡ് അസറ്റുകൾ. ഇത് കുറച്ച് പിക്ചർ കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എല്ലാം ഫിക്സഡ് അസറ്റ് എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പൊ എക്സാം ചോദിക്കുമ്പോൾ ഒരു 2-3 എക്സാമ്പിൾ കൂടി ചേർത്ത് എഴുതിക്കോളൂ. അപ്പോൾ കുറച്ച് മാർക്ക് കിട്ടാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഫിക്സ്ഡ് അസറ്റ് ഒക്കെ വീണ്ടും എഗെയിൻ ക്ലാസിഫൈ ചെയ്യാം കേട്ടോ. കാണിച്ചോളൂ കേട്ടോ. ടൈപ്പ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ് അല്ലെ, ഏതൊക്കെയാണ് ഈ ഫിക്സ്ഡ് അസറ്റിന്റെ ടൈപ്സ് നോക്കാം കേട്ടോ. അപ്പൊ മെയിൻ രണ്ടെണ്ണം ഏതൊക്കെയാണ്, ഫിക്സഡും കറണ്ടും. ആ ഫിക്സഡിൽ വരുന്ന സബ് ക്ലാസിഫിക്കേഷൻ ആണ് കേട്ടോ ടൈപ്പ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ്. ഇതൊക്കെ നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ ആണ് ടാഞ്ചിബിൾ അസറ്റ്സ്. ഓക്കെ, ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, അസറ്റ്സ് ഹാവിങ് ഫിക്സഡ് ഷേപ്പ് ആൻഡ് ഫിസിക്കൽ എക്സിസ്റ്റൻസ്. അതായത് ഒരു അസറ്റിന് ഒരു ഷേപ്പ് ഉണ്ട്, അതേപോലെ ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് അല്ലെ, ഒരു നിലനിൽപ്പുണ്ട് അല്ലെ, അത് ആക്ച്വലി ഉണ്ട് അല്ലെ, അത് പ്രസൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള അസറ്റ്സ് ആണ്
ടാഞ്ചിബിൾ അസറ്റ് അല്ലേ. എന്തും പറയുന്നു. ഓക്കെ, ലാൻഡ് അല്ലെ. ലാൻഡ് എന്താണ്? ഒരു ഷേപ്പ് ഉണ്ട്, ഒരു ഭൗതികമായിട്ടുള്ള എക്സിസ്റ്റൻസ് ഉണ്ട്, ബിൽഡിങ്, ശരിയല്ലേ. നമുക്കത് കാണാനൊക്കെ പറ്റില്ല, കാണാൻ പറ്റും, തൊട്ട് നോക്കാനൊക്കെ പറ്റും. അപ്പോൾ എന്താണ്? ഷേപ്പ് ഉണ്ട്, ഒരു എന്താ മക്കളെ ഫിസിക്കൽ എക്സിസ്റ്റൻസ് പറഞ്ഞാൽ നമുക്ക് കാണാനും തൊട്ട് നോക്കാനും സാധിക്കും കേട്ടോ. അതാണ് ടാഞ്ചിബിൾ എന്ന് പറയുന്നത്. നോക്കി എക്സാമ്പിൾ ഒക്കെ ഫർണിച്ചർ, ശരിയല്ലേ. ഫർണിച്ചർ എന്താണ്? ഷേപ്പ് ഉണ്ട്, കാണാൻ പറ്റും, തൊട്ട് നോക്കാൻ പറ്റും അല്ലെ. വെഹിക്കിൾസ് ഒക്കെ അങ്ങനെയല്ലേ. അപ്പൊ അങ്ങനെയുള്ള അസറ്റുകളെ വിളിക്കുന്ന പേരാണ് ടാഞ്ചിബിൾ അസറ്റ്സ്. ഓക്കെ, ഇനി സെക്കൻഡ് കാറ്റഗറിയിലേക്ക് പോകാം. രണ്ടാമത്താണ് ടാഞ്ചിബിളിന്റെ ഓപ്പോസിറ്റ് ആണ് ഇത്, ഇൻടാഞ്ചിബിൾ. അതെന്താ സംഭവം നോക്കിയേ. അസറ്റ്സ് ഹാവിങ് നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ് വിച്ച് കനോട്ട് ബി സീൻ ഓർ ടച്ച്ഡ്. കണ്ടോ? അപ്പൊ എന്താണ്? ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല, ഷേപ്പ് ഇല്ല, നമുക്ക് കാണാനോ തൊട്ട് നോക്കാനോ ഒന്നും സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള അസറ്റ്സ് ആണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഒക്കെ നോക്കിയേ. ഗുഡ് വില്ല് അല്ലെ, കമ്പനിയുടെ സൽപ്പേര്. പിന്നെ പേറ്റന്റ് റൈറ്റ്, കമ്പനിയുടെ അവകാശം. പിന്നെ കോപ്പി റൈറ്റ്, സോഫ്റ്റ്വെയർ. ശരി, സോഫ്റ്റ്വെയർ ഒക്കെ എന്താണ്? കമ്പനിയുടെ സ്വന്തമാണ്, പക്ഷെ നമുക്ക് കാണാൻ പറ്റുമോ, തൊട്ട് നോക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ എന്താണ്? ഒരുപാട് നാൾ യൂസ് ചെയ്യാം ഒരു സോഫ്റ്റ്വെയർ, ശരിയല്ലേ. അപ്പൊ അതൊക്കെ ഏത് കാറ്റഗറി വരും? അതൊക്കെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തേക്ക് പോകാം. വേസ്റ്റിംഗ് അസറ്റ് കേട്ടോ. വേസ്റ്റിംഗ് അസറ്റ് ആണ്. നോക്കാം. അസറ്റ്സ് വിച്ച് ഗെറ്റ് എക്സോസ്റ്റഡ് ടു ദ എക്സ്റ്റെന്റ് ഓഫ് എക്സ്ട്രാക്ഷൻ. അതായത് ഒരു കമ്പനിക്ക് സ്വന്തമായിട്ട് ഒരു എന്താ പറയാ, ഒരു ക്വാറി ഉണ്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഓയിൽ ഫീൽഡ് ഉണ്ട്, എണ്ണപ്പാടം ഉണ്ട് അല്ലെ. അത് ആ കമ്പനി അസറ്റ് ആണ്. പക്ഷേ ഇല്ലേ, ആ എണ്ണപ്പാടം അല്ലെ നിന്ന് നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? ഓയിലൊക്കെ എടുക്കും തോറുമില്ല, അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള അസറ്റ് ആണ് എന്ത്? വേസ്റ്റിംഗ് അസറ്റ്. നോക്കിയേ. അസറ്റ്സ് വിച്ച് ഗെറ്റ് എക്സോസ്റ്റഡ് ടു ദ എക്സ്റ്റെന്റ് ഓഫ് എക്സ്ട്രാക്ഷൻ. നമ്മൾ എടുക്കും തോറും ആ അസറ്റിന്റെ അളവ് അല്ലെങ്കിൽ അതിന്റെ ഒരു ക്വാണ്ടിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള അസറ്റ്സ് ആണ് വേസ്റ്റിംഗ് അസറ്റ്. എക്സാമ്പിൾ എന്ത് പറയാം? മൈൻസ്, ക്വാറി, ഓയിൽ ഫീൽഡ് ഒക്കെ ഇല്ലേ. ഇപ്പൊ മുകേഷ് അംബാനിക്കൊക്കെ സ്വന്തമായിട്ട് റിഫൈനറി ഉണ്ട്, അത് അദ്ദേഹത്തിന്റെ അസറ്റ് ആണ്. പക്ഷെ എന്താ അവിടെ സംഭവിക്കുന്നത്? എന്താണ്? ആ ഓയിൽ ഫീൽഡിൽ നിന്ന് ഓയിൽസ് എടുക്കും തോറും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണത് അല്ലെ. നാച്ചുറൽ റിസോഴ്സ് ആണെങ്കിൽ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എടുക്കും തോറും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള അസറ്റുകളെ വിളിക്കുന്ന പേരാണ് വേസ്റ്റിംഗ് അസറ്റ്. ഇത് എക്സാം ചോദിക്കാറുണ്ട്, മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. പഠിച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ്, നാലാമത്തെയാണ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ആണ് കേട്ടോ. ഓക്കെ, ഫിക്റ്റീഷ്യസ് എന്നുള്ള വേർഡിന്റെ മീനിങ് എന്താ അറിയാമോ? ആർട്ടിഫിഷ്യൽ എന്നാണ്, കൃത്രിമം എന്നാണ് കേട്ടോ. അപ്പൊ കൃത്രിമമായിട്ടുള്ള അസറ്റ്സ് ആണ് എന്ത്? ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. അതായത് നോക്കിയേ, അസറ്റ്സ് വിച്ച് ഹാവ് നോ വാല്യൂ ബട്ട് ആർ ഷോൺ ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഫോർ സം ടെക്നിക്കൽ റീസൺ. അതായത് ഇപ്പൊ വാല്യൂ ഇല്ല, പക്ഷെ എന്താണ്? നമ്മൾ അത് റെക്കോർഡ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള കുറച്ച് അസറ്റ്സുകളാണ് ഫിക്റ്റീഷ്യസ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് എക്സാം ചോദിക്കാറുണ്ട്. ഇതിലൊരു എക്സാമ്പിൾ ഒരെണ്ണം പഠിച്ചോളൂ. എന്താണെന്നറിയാമോ? പ്രിലിമിനറി എക്സ്പെൻസ് ആണ്. ഇപ്പൊ മാച്ച് ഫോളോയിങ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പ്രിലിമിനറി എക്സ്പെൻസ് ആണ് കേട്ടോ. ഒരു കമ്പനി തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടാവുന്ന ചിലവുകളൊക്കെ ഫിക്റ്റീഷ്യസ് നേച്ചർ ആണ് കേട്ടോ. കാരണം നമ്മൾ ആ എമൗണ്ട് സ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ കമ്പനി നമുക്കുള്ളത്. അപ്പോൾ അത് എക്സ്പെൻസ് എന്ത് പറയും? നമ്മൾ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ അതാണ് ഫിക്റ്റീഷ്യസ് കേട്ടോ. ഒന്ന് അറിഞ്ഞിരുന്നോളൂ. ഓക്കെ, അപ്പോൾ ഇത് 4 കേട്ടോ ഫിക്സഡിന്റെ സബ് ക്ലാസിഫിക്കേഷൻ. ഇത് നമുക്ക് മെയിൻ അടുത്തേക്ക് പോകാം കേട്ടോ. കറണ്ട് അസറ്റ് അല്ലേ, നമ്മൾ അത് പറഞ്ഞില്ലേ, ഫിക്സഡ് ഉണ്ട്, കറണ്ട് ഉണ്ട് അല്ലേ. ഫിക്സഡ് പഠിച്ചു കഴിഞ്ഞു, അതിന്റെ സബ് ക്ലാസിഫിക്കേഷൻ 4 പഠിച്ചു. ഇനി മെയിൻ ക്ലാസിഫിക്കേഷനിലെ രണ്ടാമത്തെയാണ് കറണ്ട് അസറ്റ്സ്. നോക്കാം. അസറ്റ്സ് വിച്ച് ആർ ഹെൽഡ് ഫോർ എ ഷോർട്ട് പീരീഡ് ആൻഡ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ക്വിക്കലി ആർ കോൾഡ് കറണ്ട് അസറ്റ്. അതായത് എന്താണ്? ഷോർട്ട് പീരീഡ് അല്ലെ, കുറച്ച് നാൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ, അത് കൂടാതെ പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാനും പറ്റും. അങ്ങനെയുള്ള അസറ്റുകളാണ് കറണ്ട് അസറ്റ് അല്ലെ. അപ്പൊ എന്തൊക്കെയാണ്? കുറച്ച് നാൾ ഷോർട്ട് പീരീഡ് അതിന് ഡ്യൂറേഷൻ ഉള്ളൂ, അത് കൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ക്യാഷിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള അസറ്റ്സ് ആണ് കറണ്ട് അസറ്റ്സ്. എക്സാമ്പിൾ ആയിട്ട് നോക്കാം. ക്യാഷ്, സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ഇതൊക്കെ എന്താണ്? കറണ്ട് അസറ്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ ആണ് ലയബിലിറ്റീസ്. നമുക്ക് അറിയാലോ, അസറ്റ്സ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? ലയബിലിറ്റീസ് ഉണ്ടാവും അല്ലെ. ആസ്തി ഉണ്ടെങ്കിൽ ബാധ്യത ഉണ്ടാവും. ലയബിലിറ്റീസ് എന്താണ്? ബാധ്യതയാണ് കേട്ടോ. നോക്കിയേ, ലയബിലിറ്റീസ് ആർ ദി റീപേയ്മെന്റ് ഒബ്ലിഗേഷൻസ് ഓഫ് എ ബിസിനസ് കൺസേൺ. ഒരു ബിസിനസ് സ്ഥാപനത്തിന് കടങ്ങളുണ്ട് അല്ലെ, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, കുറച്ച് കടങ്ങളുണ്ട്, ആ തിരിച്ചു കൊടുക്കണം. അപ്പോൾ തിരിച്ചു കൊടുക്കാനുള്ള കടമകൾ കേട്ടോ. റീപേയ്മെന്റ് ഒബ്ലിഗേഷൻ. എന്താ റീപേയ്മെന്റ്? തിരിച്ചു കൊടുക്കേണ്ടത് അല്ലെ. എന്താ ഒബ്ലിഗേഷൻ? കടമകൾ. അങ്ങനെ തിരിച്ചു കൊടുക്കാനുള്ള കടമകളുള്ള എന്ത് വിളിക്കാം? ലയബിലിറ്റീസ് എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ?
ഇനി ഈ ലയബിലിറ്റീസ് തന്നെ 2 ടൈപ്സ് ഉണ്ട് കേട്ടോ. ഷോർട്ട് ടേം ലയബിലിറ്റി ഉണ്ട്, അതേപോലെ ലോങ് ടേം ലയബിലിറ്റി ഉണ്ട്. ഓക്കെ, ഈ പേര് കേൾക്കുമ്പോൾ തന്നെ മീനിങ് അറിയാൻ പറ്റും അല്ലേ? ഷോർട്ട് ടേം കുറച്ച് നാളത്തേക്ക് മാത്രം, ലോങ് ടേം ഒരുപാട് നാളെന്ന് മനസ്സിലാവും അല്ലേ? അപ്പൊ ജസ്റ്റ് മീനിങ് നോക്കി പോവാം. യെസ്, നോക്കിയേ, ഷോർട്ട് ടേം ലയബിലിറ്റി കേട്ടോ. അതിന്റെ മറ്റൊരു പേരാണ് കറണ്ട് ലയബിലിറ്റീസ് എന്നും പറയും. ഇതൊക്കെ നോക്കാം. ദീസ് ലയബിലിറ്റീസ് ആർ പേയബിൾ വിത്തിൻ എ ഷോർട്ട് ടൈം, യൂഷ്വലി 1 year or less. അതായത് ഒരു വർഷം അല്ലെ, ഒരു വർഷം, അതായത് 12 മാസമോ അതിൽ താഴെയോ സമയമെടുത്ത് നമ്മൾ കൊടുത്തു തീർക്കേണ്ട എമൗണ്ടുകളാണ് എന്ത്? ഷോർട്ട് ടേം ലയബിലിറ്റി. ഒരു ചെറിയ എമൗണ്ട് ആയിരിക്കും, നോർമലി ചെറിയ എമൗണ്ട് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒരു വർഷത്തിൽ താഴെയുള്ള കാലാവധി, ആ സമയത്ത് എന്ത് ചെയ്യണം? ഈ എമൗണ്ട് തിരിച്ചു കൊടുക്കണം. അങ്ങനെയുള്ള ലയബിലിറ്റീസിനെ വിളിക്കുന്ന പേരാണ് ഷോർട്ട് ടേം ലയബിലിറ്റീസ്, അല്ലെങ്കിൽ മറ്റു പേരെന്താണ്? കറണ്ട് ലയബിലിറ്റീസ്. ഈ രണ്ടാമത്തേക്ക് പോകാം, ലോങ് ടേം ലയബിലിറ്റീസ് അല്ലെങ്കിൽ ഫിക്സഡ് ലയബിലിറ്റി കേട്ടോ. നോക്കാം, ലയബിലിറ്റീസ് വിച്ച് ആർ പേയബിൾ ആഫ്റ്റർ എ ലോങ് പീരീഡ്, യൂഷ്വലി മോർ ദാൻ 1 year അല്ലെ, ഒരു വർഷത്തിൽ അധികം സമയമെടുത്ത് നമ്മൾ പേ ചെയ്യേണ്ട ലയബിലിറ്റീസ് ആണ് എന്ത്? ലോങ് ടേം ലയബിലിറ്റീസ് അല്ലെങ്കിൽ ഫിക്സഡ് ലയബിലിറ്റീസ് എന്ന് പറയും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഷോർട്ട് ടേം ലയബിലിറ്റീസ് പഠിച്ചു, ലോങ് ടേം ലയബിലിറ്റീസ് പഠിച്ചു. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പ്രോഫിറ്റ് അല്ലേ? നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട് ഈ സംഭവം അല്ലേ, ലാഭം എന്ന് പറയും അല്ലേ? എല്ലാ കമ്പനികളുടെയും മെയിൻ ലക്ഷ്യം എന്താണ്? ഒബ്ജക്റ്റീവ് എന്താണ്? പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ നോക്കാം, പ്രോഫിറ്റ് ഈസ് ദ എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻഡിച്ചർ ഇൻ അക്കൗണ്ടിങ് ഇയർ. അതായത് ഒരു കമ്പനിക്ക് ഒരു വർഷം അല്ലെ എക്സ്പെൻസ്, റവന്യൂ അല്ലെ, റവന്യൂ എക്സ്പെൻസിനേക്കാളും കൂടുതലാണ്. അത് വരുമാനം ചിലവിനേക്കാളും കൂടി നിൽക്കുകയാണ്. അപ്പൊ എന്ത് പറയാം? കമ്പനിക്ക് ലാഭമാണെന്ന് പറയാം. ആ ലാഭമാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഒരു കമ്പനിക്ക് റവന്യൂ, വരുമാനം ചിലവിനേക്കാളും കൂടുന്ന ആ ഒരു അവസ്ഥയാണ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്തായിരിക്കും? ലോസ് ആയിരിക്കും അല്ലേ? അപ്പൊ ലോസ് നോക്കാം. ലോസ് തിരിച്ചു പറഞ്ഞാൽ മതി, പ്രോഫിറ്റ് പഠിച്ചാൽ മതി, ലോസ് എഴുതാൻ പറ്റും. നോക്കി, എന്താണ്? ലോസ് ഈസ് ദ എക്സസ് ഓഫ് എക്സ്പെൻസസ് ഓവർ റവന്യൂ അല്ലെ? ഒരു വർഷം അക്കൗണ്ടിങ് ഇയർ അല്ലെ, ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു കമ്പനിക്ക് റവന്യൂ കുറവും എക്സ്പെൻസ് കൂടി നിൽക്കുന്നു അല്ലെ, ചിലവുകൾ കൂടുതൽ, വരവ് കുറവ്. അപ്പൊ എന്ത് പറയും? അത് ലോസ് ആണ്, നഷ്ടമാണെന്ന് പറയും കേട്ടോ. അപ്പൊ പ്രോഫിറ്റ് അറിയുക, ലോസ് അറിയുക കേട്ടോ. റവന്യൂ കൂടുതൽ എക്സ്പെൻസ് കുറവാണെങ്കിൽ പ്രോഫിറ്റ്, റവന്യൂ കുറഞ്ഞിട്ട് എക്സ്പെൻസ് കൂടുന്ന ആ ഒരു അവസ്ഥയാണ് ലോസ്. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് വൺ ആണ് സൺട്രി ഡെറ്റർ ഓർ അക്കൗണ്ട്സ് റിസീവബിൾ. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ആരാണ് ഡെറ്റർ അല്ലെങ്കിൽ സൺട്രി ഡെറ്റർ? നോക്കാം കേട്ടോ. എ ഡെറ്റർ ഈസ് എ പേഴ്സൺ ഹു ഓസ് മണി ടു ദ ബിസിനസ് അല്ലെ, ഒരു ബിസിനസ്സിലേക്ക് ക്യാഷ് കൊടുക്കാനുള്ള ആര്? ഡെറ്റർ. നമ്മൾ എപ്പോഴും അക്കൗണ്ട് ചെയ്യുമ്പോൾ ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കണം കേട്ടോ. അപ്പോൾ ഒരു ബിസിനസ്സിന് ആരൊക്കെ ക്യാഷ് തരാനുണ്ടോ അവർക്ക് എന്ത് പറയാം? ഡെറ്റർ എന്ന് പറയാം അല്ലെ. ബിസിനസ്സിലേക്ക് ക്യാഷ് അങ്ങോട്ട് കൊടുക്കാനുള്ള ആൾക്കാരാണ് ഡെറ്റർ അല്ലെങ്കിൽ അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറയും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അപ്പോൾ ബിസിനസ് കൊടുക്കാനുണ്ടാവൂലേ, അവരെന്ത് വിളിക്കും? ക്രെഡിറ്റേഴ്സ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ അക്കൗണ്ട്സ് പേയബിൾ, ബിസിനസ് അങ്ങോട്ട് കൊടുക്കാനുണ്ട്. കണ്ടോ? എ ക്രെഡിറ്റർ ഇസ് എ പേഴ്സൺ ടു ഹൂം ദ ബിസിനസ് ഓസ് മണി അല്ലെ, ബിസിനസ് അങ്ങോട്ട് ക്യാഷ് കൊടുക്കാനുണ്ട്. അവരാണ് ആര്? ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഡെറ്റേഴ്സ് ആരാണെന്ന് അറിയാം, ക്രെഡിറ്റേഴ്സ് അറിയാം കേട്ടോ. ബിസിനസ്സിന് ക്യാഷ് കൊടുക്കാനുള്ള ആൾക്കാർ ഡെറ്ററും, ബിസിനസ് അങ്ങോട്ട് ക്യാഷ് കൊടുക്കാനുള്ള ആൾക്കാർ ക്രെഡിറ്റേഴ്സുമാണ് എന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ് ആണ് കേട്ടോ. അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജസ്, ഗുണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അക്കൗണ്ടിങ് ചെയ്യുന്നത് കൊണ്ട് ഒരു കമ്പനിക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് ഗുണമാണ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അബൌട്ട് ബിസിനസ് അല്ലെ, ബിസിനസിന്റെ സാമ്പത്തിക കാര്യങ്ങൾ ഫുൾ അറിയാൻ പറ്റും. അപ്പൊ അക്കൗണ്ടിങ് ചെയ്യുന്നതുകൊണ്ട് ഒരു കമ്പനിക്ക് കിട്ടുന്ന ഗുണങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്താണ്? കമ്പനിയുടെ സാമ്പത്തിക കാര്യങ്ങൾ പ്രോപ്പർ ആയിരിക്കും അല്ലെ, കറക്റ്റ് ആയിട്ട് അത് അറിയാൻ സാധിക്കും. ഓക്കെ, ഈ സെക്കൻഡ് വൺ ആണ് അസിസ്റ്റൻസ് ടു മാനേജ്മെന്റ്. നമുക്കറിയാലോ ആരാ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? മാനേജർ ആരാണ്? ഒരു ബിസിനസിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാരല്ലേ മാനേജർ എന്ന് പറയുന്നത്. ഈ മാനേജർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ എന്താവശ്യമാണ്? കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതി അതൊക്കെ ആവശ്യമാണ്. ഈ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെ അറിയാൻ പറ്റും? അക്കൗണ്ടിങ്ങിലൂടെ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ മാനേജർക്ക് ഇത് ഹെൽപ്ഫുൾ ആണ് അല്ലെ. അക്കൗണ്ടിങ് ഉണ്ടെങ്കിൽ മാനേജർക്ക് അക്കൗണ്ടിങ് ഡാറ്റ വായിച്ച് നോക്കിയിട്ട് അതിന്റെ നിഗമനത്തിൽ എന്ത് ചെയ്യാം? ഒരു തീരുമാനം എടുക്കാൻ സാധിക്കും. അപ്പൊ അതാണ് അസിസ്റ്റൻസ് ടു മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? തേർഡ് വൺ നോക്കാം.
ഫെസിലിറ്റേറ്റ്സ് കമ്പാരിറ്റീവ് സ്റ്റഡി അല്ലേ. ഇപ്പോൾ ഒരു കമ്പനിക്ക് ഇപ്പോൾ ഒരു വർഷം പ്രോഫിറ്റ് ഉണ്ടായി, അടുത്ത വർഷം പ്രോഫിറ്റ് ഉണ്ടായി, തേർഡ് ഇയർ ആയപ്പോൾ ലോസ് വന്നു. അപ്പോൾ കമ്പനിക്ക് സംശയം വരും, എന്തുകൊണ്ട് ലോസ് വന്നു കമ്പനിക്ക് സംശയം വരും. അപ്പോൾ കമ്പനി എന്ത് ചെയ്യും, കഴിഞ്ഞ 2 വർഷം പ്രോഫിറ്റ് ആയിരുന്നില്ലേ, അപ്പോൾ അതൊക്കെ വെച്ച് കമ്പനി എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. എവിടെയാണ് നമുക്ക് നഷ്ടം സംഭവിച്ചത്, എവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് വന്നത് എന്ന് കമ്പനിക്ക് അറിയാൻ പറ്റും. അപ്പോൾ കമ്പാരിറ്റീവ് സ്റ്റഡി 2 അതിലധികം വർഷത്തെ അക്കൗണ്ടുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഫിനാൻഷ്യൽ ഡാറ്റ കമ്പയർ ചെയ്യാൻ അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വൺ ആണ് എവിഡൻസ് ഇൻ കോർട്ട്. അതായത് കമ്പനിക്ക് എന്തെങ്കിലും കേസ് കളക്കല്ലേ, കോടതി പോകേണ്ട ആവശ്യം വന്നാൽ, ലീഗലായിട്ട് മൂവ് ചെയ്യേണ്ട എന്തെങ്കിലും ആവശ്യം വന്നാൽ നമ്മൾ അവിടെ കോടതി ആദ്യം ആവശ്യപ്പെടുന്ന എവിഡൻസ് എന്താണ്, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ചോദിക്കും. കമ്പനിയിലെ പ്രീവിയസ് അക്കൗണ്ട്സ്, ഓഡിറ്റഡ് അക്കൗണ്ട്സ് ഒക്കെ ചോദിക്കും. അപ്പോൾ കോടതിയിൽ ഒരു എവിഡൻസ് ആയിട്ട് നമുക്ക് എന്ത് പ്രസന്റ് ചെയ്യാം, അക്കൗണ്ടിങ് ഡാറ്റാസ് പ്രസന്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതൊക്കെയാണ് കമ്പനിയുടെ അക്കൗണ്ടിങ് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് കേട്ടോ, അറിഞ്ഞിരിക്കുക. അഡ്വാൻറ്റേജസ് പറയുമ്പോൾ അതിന്റെ കൂടെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് അല്ലെ, ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് നോക്കാം. യെസ് അല്ലെ, എന്തൊക്കെയാണ് കുറവുകൾ, എന്തൊക്കെ പോരായ്മകൾ ഉണ്ട് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ ആണ് അക്കൗണ്ടിങ് ഇസ് നോട്ട് ഫുള്ളി എക്സാക്ട്. അക്കൗണ്ടിങ് എപ്പോഴും കറക്റ്റ് ആവണമെന്നില്ല അല്ലെ. ഫുൾ ഡാറ്റ റോങ് ആയാലും അക്കൗണ്ടിങ് റോങ് ആവും. അപ്പോൾ കിട്ടുന്ന ഡാറ്റയെ നോക്കിയിരിക്കും. ഡാറ്റ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ ലാസ്റ്റ് ഔട്ട്പുട്ടും ഓക്കെ ആവുള്ളൂ അല്ലെ. അപ്പോൾ അക്കൗണ്ടിങ് എപ്പോഴും എന്താണ്, എക്സാക്ട് കാര്യമല്ല, കറക്റ്റ് അല്ലെ, ക്ലിയർ കട്ട് ആയിട്ടുള്ള എക്സാക്ട് കാര്യമല്ല. ഒരുപാട് അസംഷൻസ് ഒക്കെ വരുന്നുണ്ട് അവിടെ. പിന്നെ അക്കൗണ്ടിങ് ഇഗ്നോർസ് ക്വാളിറ്റേറ്റീവ് എലമെന്റ്സ്. ശരിയല്ലേ, നമ്മളെപ്പോഴും ക്വാണ്ടിറ്റേറ്റീവ് റെക്കോർഡ് ചെയ്യുള്ളൂ. അതായത് മണി മെഷർ അല്ലെ, മണി കൊണ്ട് മെഷർ ചെയ്യാൻ പറ്റി മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ, റെക്കോർഡ് ചെയ്യുള്ളൂ. അതേസമയം എന്താ ക്വാളിറ്റേറ്റീവ്, ഗുണമേന്മ. ഇപ്പൊ ഒരു എംപ്ലോയിയുടെ ഹാർഡ് വർക്ക്, എംപ്ലോയിയുടെ ക്വാളിഫിക്കേഷൻ, ഇന്റലിജൻസ് അല്ലെ, അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ക്വാളിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വസ്തുക്കൾ എന്ത് ചെയ്യാറില്ല, റെക്കോർഡ് ചെയ്യാറില്ല. ഓൺലി എന്താ റെക്കോർഡ് ചെയ്യുള്ളൂ, ക്വാണ്ടിറ്റി അല്ലെ, ക്വാണ്ടിറ്റേറ്റീവ് എലിമെന്റ്സ് റെക്കോർഡ് ചെയ്യുന്നുള്ളൂ, ക്വാളിറ്റേറ്റീവ് റെക്കോർഡ് ചെയ്യുന്നില്ല. അപ്പൊ അതൊരു പോരായ്മയാണ്. തേർഡ് വൺ അൺറിയലിസ്റ്റിക് ഇൻഫർമേഷൻ അല്ലെ, എപ്പോഴും റിയലിസ്റ്റിക് ആവണമെന്നില്ല ഡാറ്റാസ് കേട്ടോ. അപ്പൊ അതൊരു പ്രശ്നമാണ്. പിന്നെ അക്കൗണ്ടിങ് ഇഗ്നോർസ് എഫക്ട് ഓഫ് പ്രൈസ് ലെവൽ ചേഞ്ചസ് അല്ലെ, പുറമേ നടക്കുന്ന പ്രൈസ് ലെവൽ ചേഞ്ചസ് ഒന്നും ആരും ഇവിടെ ബാധിക്കുന്നില്ല, അക്കൗണ്ടിങ്ങിനെ ബാധിക്കുന്നില്ല. അപ്പൊ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ അക്കൗണ്ടിങ് മേ ലീഡ് ടു വിൻഡോ ഡ്രസ്സിങ് അല്ലെ, ഒരുപാട് മാനിപ്പുലേഷൻസും അല്ലെ ചെയ്യാൻ അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അക്കൗണ്ടിങ് ഒരു കാരണമാകുന്നുണ്ട് കേട്ടോ. വിൻഡോ ഡ്രസ്സിങ് മീൻസ് എന്താണെന്ന് അറിയാമോ, മാനിപ്പുലേഷൻസ് ആണ് കേട്ടോ. പുറമേ നന്നായിട്ട് കാണിക്കുക, അകമേ മോശമായിരിക്കും. പുറമെ ഒരു പുറംമൂടി കാണിക്കുക കേട്ടോ, ഒരു പുതുമ കാണിക്കുക, അതാണ് വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതും ഒരു ലിമിറ്റേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് അക്കൗണ്ടിങ് പ്രോസസ്. അക്കൗണ്ടിങ് പ്രോസസ് നോക്കാം കേട്ടോ, അതിന്റെ ആ രീതികൾ ഇതൊക്കെ നോക്കാം കേട്ടോ. നോക്കിയാൽ ഫസ്റ്റ് വൺ ആണ് ഐഡന്റിഫൈങ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഇവന്റ്സ്. ഫസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ ആ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഇവന്റ്സ് ഐഡന്റിഫൈ ചെയ്യുക. സെക്കൻഡ് എന്ത് ചെയ്യണം, അത് റെക്കോർഡ് ചെയ്യണം. പിന്നെ ക്ലാസിഫൈ ചെയ്യണം, പിന്നെ സമ്മറൈസ് ചെയ്യണം, പിന്നെ ഇന്റർപ്രറ്റ് ചെയ്യണം, ലാസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. മക്കൾ ഇത് പ്രത്യേകം പഠിക്കേണ്ട ആവശ്യമില്ല. ഡെഫിനിഷൻ ഇല്ലേ, ഡെഫിനിഷനിൽ പറയുന്ന ഓരോ പോയിന്റ്സും താഴെ താഴെ പറക്കി എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ഈ പ്രോസസ് ആയിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ബ്രാഞ്ചസ്. വെരി ഇമ്പോർട്ടൻ്റ് ആട്ടോ ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. നമുക്ക് അക്കൗണ്ടിങ്ങിൽ there are 3 ബ്രാഞ്ചസ്, 3 ബ്രാഞ്ചാണ് മെയിൻ ആയിട്ട് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. നമ്മൾ +1 +2 ഒക്കെ പഠിക്കുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് കേട്ടോ. അതായത് ഇറ്റ് ഡീൽസ് വിത്ത് മെയിൻ്റെനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ടു ഡിറ്റർമൈൻ ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് പെർഫോമൻസ്. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷനും അതിന്റെ പെർഫോമൻസും നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അതായത് ലാഭമാണോ നഷ്ടമാണോ എന്നറിയാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിങ് ആണ് ഇത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. +1 +2 കുട്ടികൾ പഠിക്കുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്. നോക്കി ആ പേര് തന്നെ മീനിങ് ഉണ്ട് അല്ലേ. കോസ്റ്റ് അക്കൗണ്ടിങ് ഡീൽസ് വിത്ത് റെക്കോർഡിംഗ് കോസ്റ്റ് ഫോർ പ്രൊഡ്യൂസിങ് ആൻഡ് കൺട്രോളിങ് അല്ലെ, റെഡ്യൂസിങ് ആൻഡ് കൺട്രോളിങ് കോസ്റ്റ്. ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കോസ്റ്റ് എങ്ങനെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ റെഡ്യൂസ് ചെയ്യാം, കുറയ്ക്കാം എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. തേർഡ് വൺ ആണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ആ പേര് തന്നെ മീനിങ് ഉണ്ട് അല്ലേ. എന്തായിരിക്കും സംഭവം, മാനേജേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് ആയിരിക്കും. നോക്കിയേ, ഇറ്റ് ഡീൽസ് വിത്ത് പ്രൊവൈഡിങ് ടൈംലി ഇൻഫർമേഷൻ ടു മാനേജർ ടു ടേക്ക് വൈസ് ഡിസിഷൻ. ഒരു മാനേജർക്ക് ഒരു കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന അക്കൗണ്ടിങ് ബ്രാഞ്ചാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഇത് നോക്കിയായിരിക്കും മാനേജർ ഫ്യൂച്ചർ ഡിസിഷൻസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്.
ഇനി ഈ ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് ബുക്ക് കീപ്പിംഗ് കേട്ടോ. ബുക്ക് കീപ്പിംഗ് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. ബുക്ക് കീപ്പിംഗ് എന്താ നോക്കാം. ബുക്ക് കീപ്പിംഗ് is an art of recording in the books of accounts the monetary aspect of commercial and financial transaction. അതായത് സാമ്പത്തിക ഇടപാടുകൾ ഒരു അക്കൗണ്ടിങ് ബുക്കുകളിൽ നമ്മൾ രേഖപ്പെടുത്തില്ലേ, ആ റെക്കോർഡ് ചെയ്യുന്ന ആ ഫസ്റ്റ് സ്റ്റെപ്പില്ലേ, ആ ഫസ്റ്റ് സ്റ്റെപ്പാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനിയുടെ അക്കൗണ്ടന്റ് ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണ്? ബുക്ക് കീപ്പിംഗ് ആണ്. അതായത് ഡെയിലി നടക്കുന്ന ട്രാൻസാക്ഷൻസ് ഇല്ലേ, അതെന്ത് ചെയ്യും, നമ്മൾ ഡേറ്റ് അടക്കം നമ്മൾ എന്ത് ചെയ്ത് എഴുതി വെക്കാറുണ്ട്. ആ എഴുതി വെക്കുന്ന റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവാം. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഇത് ഉറപ്പായിട്ട് എക്സാമിന് ചോദിക്കും. എല്ലാ വർഷവും എക്സാമിന് കണ്ടുവരാറുള്ള ടോപ്പിക്കാണ് കേട്ടോ. ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അതായത് അക്കൗണ്ടിങ് ഇൻഫർമേഷനുള്ള ക്വാളിറ്റി. എന്താ ക്വാളിറ്റി എന്ന് വെച്ചാൽ ഗുണമേന്മ. നമ്മൾ പറയാമല്ലോ, ഒരു നല്ല സ്റ്റുഡൻറ്റിൻ്റെ കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട് അല്ലേ? അതുപോലെ നല്ലൊരു സ്കൂളിന് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. അതേപോലെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ കുറച്ച് ക്വാളിറ്റീസ് ഒക്കെ വേണം. അപ്പൊ എന്തൊക്കെ ക്വാളിറ്റി ആണ് ഉള്ളതെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ ആണ് റിലയബിലിറ്റി. എന്താ റിലയബിൾ എന്ന് പറഞ്ഞാല് വിശ്വസ്തത അല്ലെ, വിശ്വസിക്കാൻ പറ്റണം. ഓക്കെ, റിലയബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ മീൻസ് ഇറ്റ് ഈസ് വെരിഫയബിൾ, ഫ്രീ ഫ്രം ബയസ് ആൻഡ് മെറ്റീരിയൽ എറർ. അതായത് അക്കൗണ്ടിങ് ഡാറ്റയില് എറർ, തെറ്റുകളൊന്നും ഉണ്ടാവരുത്. ബയസ്, എന്താ ബയസ് എന്ന് പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്യുന്ന ആളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഒന്നും അവിടെ കാണിക്കരുത്. പിന്നെ എന്തായിരിക്കണം, എപ്പോൾ നോക്കിയാലും വെരിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അപ്പോൾ എന്താണ്, തെറ്റുകളൊന്നും ഉണ്ടാവാതെ എല്ലാം പ്യുവർ ആയിരിക്കണം. അതാണ് റിലയബിലിറ്റി. എന്നാൽ മാത്രമേ അതെന്താവുള്ളൂ, റിലയബിൾ, വിശ്വസ്തമാവുള്ളൂ കേട്ടോ. അതാണ് റിലയബിലിറ്റി. ഓക്കെ, സെക്കൻഡ് വണ്ണിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ റിലയബിലിറ്റി കഴിഞ്ഞാൽ നെക്സ്റ്റ് പോയിന്റ് ആണ് റിലവൻസ് കേട്ടോ. നോക്കാം. ഇൻഫർമേഷൻ ഈസ് റിലവൻറ്റ് ഇഫ് ഇറ്റ് മീറ്റ്സ് ടു ദ നീഡ് ഓഫ് ദി യൂസർ ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതായത് കറക്റ്റ് സമയത്ത് എത്തിക്കുക. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ആൾക്കാർ അക്കൗണ്ടിങ് ഡാറ്റ യൂസ് ചെയ്യുന്നുണ്ട്. ആ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരത് ആവശ്യപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യുക, കറക്റ്റ് ടൈമിൽ എന്ത് ചെയ്യുക, അവർക്ക് അത് അവൈലബിൾ ആക്കുക. അതാണ് റിലവൻസ് എന്ന് പറയുന്നത് കേട്ടോ. അതും അക്കൗണ്ടിങ് ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ്. മൂന്നാമത്തെ ക്വാളിറ്റിയാണ് അണ്ടർസ്റ്റാൻഡബിലിറ്റി അല്ലെ. എന്താണ്, മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, ഇൻഫർമേഷൻ ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മസ്റ്റ് ബി പ്രസന്റഡ് ഇൻ എ മാനർ ദാറ്റ് ദ യൂസർ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ശരിയല്ലേ? അക്കൗണ്ടിങ് ഡാറ്റ ആര് വായിച്ചു നോക്കിയാലും അവർക്ക് മനസ്സിലാവണം. ഇപ്പൊ അക്കൗണ്ടിങ് നോളജ് ഇല്ലാത്ത, അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളാണ് എങ്കിൽ പോലും അയാളത് വായിച്ചു നോക്കുമ്പോൾ കുറച്ചെങ്കിലും ഇൻഫർമേഷൻ എന്ത് ചെയ്യാം, അവരിലേക്ക് പാസ് ചെയ്യാൻ പറ്റണം അല്ലെ. ഒരുപാട് ടെക്നിക്കൽ വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാതെ, കടുകട്ടി വാക്കുകളൊന്നും യൂസ് ചെയ്യാതെ സിമ്പിളായിട്ട് എന്ത് ചെയ്യണം, ആ ഇൻഫർമേഷൻ പ്രസന്റ് ചെയ്യണം. അതാണ് അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ആർക്കും പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം. ഓക്കെ, ലാസ്റ്റ് വൺ ആണ് കമ്പയറബിലിറ്റി. എന്നാൽ കമ്പയറബിലിറ്റി കമ്പയർ ചെയ്യാൻ പറ്റണം, കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താൻ പറ്റണം. ഓക്കെ, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഷുഡ് ബി കമ്പയറബിൾ ബോത്ത് ഇന്റർ ഫേം ആൻഡ് ഇൻട്രാ ഫേം. അതായത് കമ്പനിക്ക് അകത്തും കമ്പനിക്ക് പുറത്തും എന്ത് ചെയ്യാൻ പറ്റണം, ഇത് കമ്പയർ ചെയ്യാൻ പറ്റണം അല്ലെ. രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഡാറ്റ കമ്പയർ ചെയ്യാൻ പറ്റണം. കമ്പനിക്ക് അകത്ത് തന്നെ 2 വർഷങ്ങളിലെ 3-4 വർഷങ്ങളിലെ ഡാറ്റ കമ്പയർ ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ക്വാളിറ്റിയാണ് കമ്പയറബിലിറ്റി. കമ്പയർ ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു സംഭവം കേട്ടോ. ഓക്കെ, അപ്പോൾ റിലയബിലിറ്റി, റിലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി, കമ്പയറബിലിറ്റി. റിലയബിലിറ്റി സംഭവം എന്താണ്, തെറ്റുകളൊന്നും ഉണ്ടാവരുത് അല്ലെ, കറക്റ്റ് ആയിരിക്കണം. റിലവൻസ് എന്താണ്, ആവശ്യമുള്ള ആൾക്കാർക്ക് ആവശ്യമുള്ള സമയത്ത് അത് എത്തിക്കുക, റിലവൻസ്. അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്താണ്, അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റണം. ഫോർത്ത് വൺ എന്താണ്, കമ്പയറബിലിറ്റി, കമ്പയർ ചെയ്യാൻ പറ്റണം. കമ്പനിക്ക് അകത്തും കമ്പനിക്ക് പുറത്തും അക്കൗണ്ടിങ് ഡാറ്റ കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ഇതാണ് കമ്പയറബിലിറ്റി കേട്ടോ. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് വൺ ആണ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ആണ്. ഇതും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. യൂസേഴ്സ് ചോദിക്കാറുണ്ട് കേട്ടോ. നമുക്ക് അക്കൗണ്ടിങ് ഡാറ്റ യൂസ് ചെയ്യുന്ന ആൾക്കാരെ പ്രധാനമായിട്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതൊക്കെ നോക്കിയേ, ഇന്റേണൽ യൂസർ, അതേപോലെ എക്സ്റ്റേണൽ യൂസർ അല്ലെ. ആ പേര് മീനിങ് ഉണ്ട് അല്ലെ. എന്താണ് ഇന്റേണൽ യൂസർ എന്ന് പറഞ്ഞാല്, കമ്പനിയുടെ ഉള്ളിൽ തന്നെയുള്ള ആൾക്കാർ അത് യൂസ് ചെയ്യുമ്പോൾ എന്ത് പറയും, ഇന്റേണൽ യൂസർ എന്ന് പറയും. എക്സ്റ്റേണൽ യൂസർ അപ്പം എന്തായിരിക്കും, കമ്പനിയുടെ പുറത്ത് നിന്നുകൊണ്ടും അക്കൗണ്ടിങ് ഡാറ്റ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് എക്സ്റ്റേണൽ യൂസേഴ്സ്. എക്സാമ്പിൾ നോക്കാം കേട്ടോ. യെസ്, ഇന്റേണൽ യൂസേഴ്സ് നോക്കാം. Internal users are the users
who have access to a significant information at the micro level. അതായത് നേരിട്ട് ഡാറ്റാസിലേക്ക് കടന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റാസ് നമുക്ക് റീഡ് ചെയ്ത് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇന്റേണൽ യൂസേഴ്സ് കേട്ടോ. എക്സാമ്പിൾ ആണ് ഓണർ അല്ലേ, ബിസിനസ് ഓണർക്ക് എപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡാറ്റാസ് വെരിഫൈ ചെയ്യാം. പിന്നെ മാനേജ്മെന്റ്, അവർക്ക് എന്ത് ചെയ്യാം, നേരിട്ട് ബുക്ക് ഇൻസ്പെക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡാറ്റ അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇന്റേണൽ കമ്പനിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഡാറ്റ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇന്റേണൽ യൂസേഴ്സ്. അപ്പോൾ എന്തായിരിക്കും എക്സ്റ്റേണൽ യൂസേഴ്സ് നോക്കാം. External users are the users who do not have access to information at the micro level. അല്ലേ, നേരിട്ട് കയറി അവർക്ക് അത് ഡാറ്റ എടുക്കാൻ പറ്റും, പക്ഷെ അവർക്ക് എന്ത് ചെയ്യും, അല്ലാതെ ഡാറ്റ കിട്ടും. അതാണ് എക്സ്റ്റേണൽ യൂസേഴ്സ്. പുറമേ നിന്നുകൊണ്ടും യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ എക്സ്റ്റേണൽ യൂസേഴ്സ്. അതൊക്കെ നോക്കാം, എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ്, ഗവൺമെന്റ് ആൻഡ് അതോറിറ്റീസ്, ബാങ്കുകൾ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, പബ്ലിക്, റിസർച്ചേഴ്സ്, ഇതൊക്കെ എന്താണ് കമ്പനിയുടെ പുറമെ നിന്നുകൊണ്ടും ഇതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. ഓക്കെ അപ്പൊ എക്സ്റ്റേണൽ യൂസേഴ്സ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിഫറൻസ് ആണ് കേട്ടോ. അതായത് നമ്മൾ ആദ്യം പഠിച്ച ബുക്ക് കീപ്പിങ്ങും പിന്നെ അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം കേട്ടോ. നോക്കാം, ഇവിടെ ഒരു 3 കോളംസ് കാണിക്കുന്നുണ്ട്. ബേസിസും ബുക്ക് കീപ്പിംഗ് അക്കൗണ്ട് ഡിഫറൻസ് പറയുന്നുണ്ട്. അതൊക്കെ എന്തൊക്കെ നോക്കാം കേട്ടോ. ഓക്കെ, ബുക്ക് കീപ്പിംഗ് ഇസ് എ പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ് ആൻഡ് റെക്കോർഡിംഗ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. അല്ലേ, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, അതൊക്കെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അക്കൗണ്ടിങ് നോക്കാം. അക്കൗണ്ടിങ് ഇസ് എ പ്രോസസ് ഓഫ് സമ്മറൈസിങ്, ക്ലാസിഫൈങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ റെക്കോർഡഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ച ട്രാൻസാക്ഷൻ ഇല്ലേ, അത് ഐഡന്റിഫൈ ചെയ്യുക, അത് സമ്മറൈസ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, അതാണ് അക്കൗണ്ടിങ് കേട്ടോ. അപ്പോൾ അത് റെക്കോർഡ് ചെയ്യുന്നതാണ് ബുക്ക് കീപ്പിംഗ്. അതിന്റെ മറ്റ് ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ആണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റേജ് നോക്കാം. ബുക്ക് കീപ്പിംഗ് അല്ലേ ആദ്യം ചെയ്യുന്ന പരിപാടി. അപ്പൊ എന്താണ്, ഇറ്റ് ഇസ് എ പ്രൈമറി സ്റ്റേജ് അല്ലെങ്കിൽ എന്താണ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ആണ് കേട്ടോ. അപ്പൊ എന്താണ് അക്കൗണ്ടിങ് നോക്കാം. ഇറ്റ് ഇസ് എ സെക്കൻഡറി സ്റ്റേജ് ഓർ ബിഗിൻസ് വിത്ത് ബുക്ക് കീപ്പിംഗ് എൻഡ്സ്. അല്ലെ, ബുക്ക് കീപ്പിംഗ് എപ്പോഴാണ് തീരുന്നത്, ഇത് അല്ലെ ബുക്ക് കീപ്പിംഗ് തീരുമ്പോഴാണ് അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, തേർഡ് വൺ നോക്കാം, നേച്ചർ ഓഫ് ജോബ്. ബുക്ക് കീപ്പിംഗ് നോക്കാം കേട്ടോ. ദിസ് ജോബ് ഇസ് റുട്ടീൻ ഇൻ നേച്ചർ, ഡെയിലി ചെയ്യേണ്ട ടാസ്ക് ആണ് എന്ത്, നമ്മുടെ ബുക്ക് കീപ്പിംഗ്. അതേസമയം അക്കൗണ്ടിങ് അങ്ങനെയല്ല, ദിസ് ജോബ് ഈസ് അനലിറ്റിക്കൽ ആൻഡ് ഡൈനാമിക് ഇൻ നേച്ചർ. അല്ലെ, ചേഞ്ച് ചെയ്തൊക്കെ വരാം കേട്ടോ. ഡെയിലി ഉള്ള പരിപാടിയല്ല അക്കൗണ്ടിങ്, ഡെയിലി ചെയ്യേണ്ടതാണ് ബുക്ക് കീപ്പിംഗ് ആണ്. ഓക്കെ, ഫോർത്ത് പോയിന്റിലേക്ക് പോകാം. ഒബ്ജക്റ്റീവ് ആണ് കേട്ടോ, ലക്ഷ്യം എന്താ നോക്കാം കേട്ടോ. The objective of bookkeeping is to maintain records of transactions. അപ്പോൾ ട്രാൻസാക്ഷൻസിന്റെ റെക്കോർഡ്സ് എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക, അതാണ് ബുക്ക് കീപ്പിംഗിന്റെ ഒബ്ജക്റ്റീവ്. അതേസമയം അക്കൗണ്ടിങ് ഈസ് ടു അസർട്ടൈൻ റിസൾട്ട് ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ. കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എന്ത്, അക്കൗണ്ടിങ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ലെവൽ ഓഫ് സ്കില്ല്. അല്ലെ, ബുക്ക് കീപ്പിംഗ്. ഓക്കെ, ബുക്ക് കീപ്പിംഗ് ഡസ് നോട്ട് റിക്വയർ സ്പെഷ്യൽ സ്കിൽസ് ആൻഡ് അൺട്രെയിൻഡ് സ്റ്റാഫ് ക്യാൻ പെർഫോം ദിസ് ടാസ്ക്. അല്ലെ, ബുക്ക് കീപ്പിംഗ് ചെയ്യാൻ വലിയ ഇതൊന്നും വേണ്ട, അല്ലെ, ഒരുപാട് സ്കില്ലോ നോളജോ ഒന്നും വേണ്ട. അല്ലെ, അൺട്രെയിൻഡ് സ്റ്റാഫ്, അത്യാവശ്യം എഴുത്തും വായനയൊക്കെ അറിയാവുന്ന, അക്കൗണ്ടിങ് നോളജ് ഇല്ലാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റും. ബുക്ക് കീപ്പിംഗ് ചെയ്യാൻ വലിയ ക്വാളിഫിക്കേഷനോ സ്കില്ലോ അക്കൗണ്ടിങ് നോളജ് ഒന്നും വേണ്ട. പക്ഷേ അക്കൗണ്ടിങ്ങിനാണെങ്കിലോ, അക്കൗണ്ടിങ് റിക്വയർസ് സ്പെഷ്യൽ സ്കിൽ, ട്രെയിൻഡ് സ്റ്റാഫ് ഈസ് നീഡഡ്. ശരിയല്ലേ, അക്കൗണ്ടിങ് പഠിച്ചിട്ടുള്ള ഡെബിറ്റും ക്രെഡിറ്റൊക്കെ അറിയാവുന്ന ഒരു സ്റ്റാഫ് തന്നെ ഇവിടെ വേണം അക്കൗണ്ടിങ് വർക്ക് ചെയ്യാൻ ആവശ്യമാണ്. അപ്പൊ അതും ഒരു ഡിഫറൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിങ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിങ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോക്കാം. അക്കൗണ്ടിങ്ങില് പ്രധാനമായിട്ട് 2 സിസ്റ്റം പറയുന്നുണ്ട്. അതൊക്കെ നോക്കാം. ഡബിൾ എൻട്രി സിസ്റ്റം ഉണ്ട്, സിംഗിൾ എൻട്രി സിസ്റ്റം ഉണ്ട്. ഓക്കെ അല്ലേ, അപ്പൊ ഞങ്ങൾക്ക് ഫസ്റ്റ് നോക്കാം എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റം നോക്കാം കേട്ടോ. യെസ്, ഡബിൾ എൻട്രി സിസ്റ്റം ആണ്. ഓക്കെ, ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് which records both aspects, debit aspect and credit aspect of every transaction. ഒരു ട്രാൻസാക്ഷൻ കിട്ടിയാൽ ആ ട്രാൻസാക്ഷന് 2 ആസ്പെക്ട് ഉണ്ട് അല്ലേ, ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ട്, 2 ആസ്പെക്ട് ഉണ്ട് എന്നുള്ളതാണ് എന്ത് ഡബിൾ എൻട്രി സിസ്റ്റം പറയുന്നത് കേട്ടോ. രണ്ടും ഒരേപോലെ ഫോളോ ചെയ്യുന്ന സിസ്റ്റമാണ് ഡബിൾ എൻട്രി സിസ്റ്റം. ഇറ്റ് ഈസ് ദ സയന്റിഫിക് സിസ്റ്റമാറ്റിക് ആൻഡ് സയന്റിഫിക് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ സിസ്റ്റമാറ്റിക് ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്നതും അതുപോലെ സയന്റിഫിക്കലി പ്രൂവൺ അല്ലെ, സയന്റിഫിക് ആയിട്ടുള്ള സിസ്റ്റം ഏതാണ്, ഡബിൾ എൻട്രി സിസ്റ്റം ആണ്.
ഓക്കെ, ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് സിംഗിൾ എൻട്രി സിസ്റ്റം കേട്ടോ. നോക്കാം, സിംഗിൾ എൻട്രി സിസ്റ്റം. Okay, single entry system does not record the two aspects of a transaction. ഒരു ട്രാൻസാക്ഷന്റെ രണ്ട് ആസ്പെക്ട് ഫോളോ ചെയ്യാത്ത സിസ്റ്റം ആണ് സിംഗിൾ എൻട്രി സിസ്റ്റം. ഇറ്റ് ഈസ് അൺസിസ്റ്റമാറ്റിക് ആൻഡ് അൺസയന്റിഫിക് സിസ്റ്റം ഓഫ് അക്കൗണ്ട്. ഇതെന്താണ്? അൺസിസ്റ്റമാറ്റിക് ആണ്, അൺസയന്റിഫിക് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? ഇറ്റ് ഈസ് കോൾഡ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. ഇൻകംപ്ലീറ്റ് റെക്കോർഡ് എന്നറിയപ്പെടുന്ന സിസ്റ്റം ഏതാണ്? സിംഗിൾ എൻട്രി സിസ്റ്റം ആണ് കേട്ടോ. ഇപ്പൊ എക്സാമിൽ ചോദിക്കാം, ഡാഷ് ഈസ് കോൾഡ് ദ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്. ഏതാണ്? സിംഗിൾ എൻട്രി സിസ്റ്റം ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിനെ കുറിച്ച് പറയുന്ന ബേസിക് ആയിട്ട് പറയുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇതൊക്കെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് ഇത് പഠിക്കുക, എന്നിട്ട് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.